മക്കളെ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് S1 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ മോഡ്യൂൾ 2 ക്രാഷ് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 2 വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എ ഫോഴ്സ് ഓഫ് 200 Newton is required to just move a body up an inclined plane of angle 15 degree. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആദ്യം 200 Newton ആണ്. 200 Newton is equal to just move a body inclined plane at 15 degree. അപ്പൊ ആദ്യം 15 ഡിഗ്രിയിൽ ഒരു ബ്ലോക്കിന് 200 ഡിഗ്രി എന്ത് ചെയ്യുന്നു, 200 ഡിഗ്രി അല്ല 15 ഡിഗ്രിയിൽ ഒരു ബ്ലോക്കിന് 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ആദ്യം പറയുന്നത്. ഫോഴ്സ് ഈസ് 200 Newton is equal to just move the body up an inclined plane of angle 15 degree. The force is applied parallel to the plane. ആ ഇരിക്കുന്ന പ്ലെയിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ഇൻക്ലിനേഷൻ ഒന്നുമില്ല. ദ ഇൻക്ലിനേഷൻ ഈസ് മെയ്ഡ് 20 ഡിഗ്രി. ഈ 15 ഡിഗ്രി എന്നുള്ള ഇനി 20 ഡിഗ്രി ആക്കി. ആ സമയത്ത് ഫോഴ്സ് റിക്വയർഡ് എന്ന് പറയുന്നത്, ഇത് മൂവ് ചെയ്യാൻ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 230 Newton ആയി. 230. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദി ബോഡി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. വെയിറ്റും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ആണ് നമ്മുടെ എന്താ സൂചിപ്പിക്കുന്നത്. weight of the body and coefficient of friction. Okay. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി വരയ്ക്കും. ആദ്യം ഇതിന്റെ ഫിഗർ വരും. അതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് പ്ലെയിൻ ആണുള്ളത്. ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 15 ഡിഗ്രിയിലാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്ലെയിൻ ഇരിക്കുന്നത് ദാറ്റ് ഈസ് 20 ഡിഗ്രി. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് 15 ഡിഗ്രി ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാമത് എന്ത് ചെയ്യുന്നു, 20 ഡിഗ്രി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു, ഇതെന്ത് ചെയ്യുന്നു 15 ഡിഗ്രി. അപ്പം ഞാൻ ഈ ഒരു 15 ഡിഗ്രിയിൽ ഒരു ബ്ലോക്കിനെ വയ്ക്കുന്നു അല്ലെ. ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുന്നു. 15 ഡിഗ്രിയിൽ ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കാം മക്കളെ. 15 ഡിഗ്രിയിൽ ഒരു ബ്ലോക്ക് വയ്ക്കുന്നു. ഇനി ഇവിടെ നമുക്കറിയാം ഇതിന്റെ വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിൽ വേറെ കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്, രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. 15 ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. W cos തീറ്റ, W sin തീറ്റ. ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ഇതിന്റെ നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ആയിരിക്കും. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അപ്വേർഡ് ഉള്ളത് മുകളിലോട്ട് വരയ്ക്കുന്നു. It is Rn1 റിയാക്ഷൻ Rn. ഇനി ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോഡ് ദാറ്റ് ഈസ് 200 Newton. മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് താഴോട്ടായിരിക്കും ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് mu Rn1. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫ്രീ ബോഡി. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. അത് മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 അല്ലേ. മറ്റേ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ഫോഴ്സ് ഇവിടെ ആരൊക്കെയാണുള്ളത്, Rn1 ഉം W cos തീറ്റ. Rn1 മുകളിലോട്ടാണ്, അത് പോസിറ്റീവ് ആയിരിക്കും. W cos തീറ്റ താഴോട്ടാണ്. ഇത് നെഗറ്റീവ് ആയിരിക്കും, മുകളിലോട്ടാണ്. Rn1 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് Rn1 മൈനസ് W cos 15 ഡിഗ്രി ഈക്വൽസ് 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ഇടും, Rn1 ഈക്വൽസ് W cos 15 ഡിഗ്രി. ഓക്കെ, ഇനി നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ചെയ്യുന്നു. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 ഫോഴ്സ് കാണാം. ദാറ്റ് ഈസ് W sin തീറ്റ നെഗറ്റീവ് ആണ്, 200 പോസിറ്റീവ് ആണ്, mu Rn1 നെഗറ്റീവ് ആണ്. അപ്പം ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവ് ആണ്, റൈറ്റിലോട്ടുള്ളത് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം 200 മൈനസ് ബാക്കി രണ്ട് ടേം എന്ന് എഴുതാം. ദാറ്റ് ഈസ് 200 മൈനസ് mu Rn1 മൈനസ് W sin 15 ഡിഗ്രി ഈക്വൽസ് 0. ഓക്കെ, ഇനി ഇവിടെ സീറോയ്ക്ക് അപ്പുറത്തൂടെ നെഗറ്റീവ് ടേംസ് കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കുക. Rn1 എന്ന് പറയുന്നത് W cos തീറ്റയാണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 200 മൈനസ് mu
mu w cos 15 degree minus w sin 15 degree equals 0. Okay, w ഈ പറയുന്ന 200 ഈ പറയുന്ന 200 അപ്പോൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ നെഗറ്റീവ് ടേം 0ന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആവും. അത് ഞാൻ w കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് w into sin 15 degree plus mu cos 15 degree equals 200. ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഓക്കെ, ഫസ്റ്റ് ബോഡിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സിന്റെ കൺക്ലൂഷൻ എടുത്ത് ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സിൽ ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി രണ്ടാമത്തെ ബോഡി കൺസിഡർ ചെയ്യുന്നത് 20 ഡിഗ്രി. ഈ ബോഡി ഇരിക്കുന്നത് എന്താണ്? 20 ഡിഗ്രിയിലാണ്. നേരത്തെ പറഞ്ഞ എല്ലാ ഫോഴ്സും, ഈ പറയുന്ന എല്ലാ ഫോഴ്സസും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കോപ്പി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഈ പറയുന്ന എല്ലാ ഫോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന ഇവിടെ ആംഗിൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ചേഞ്ച് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ബാക്കി എല്ലാം എന്താ അതുപോലെ തന്നെ ഉണ്ട് അല്ലെ? ആംഗിളും അതുപോലെ ഫോഴ്സും മാത്രമേ എന്തുള്ളൂ ഇവിടെ ചെറിയ ചേഞ്ച് ഉള്ളൂ. ദാറ്റ് ഈസ് ആംഗിൾ എന്ന് പറയുന്ന നേരത്തെ 15 ഡിഗ്രി ആയിരുന്നു, ഇവിടെ എന്താവും? 20 ഡിഗ്രി ആവും. ഇവിടെ എന്താവും? ബാക്കി എല്ലാം എന്താണ്? സെയിം ആണ്. ഇവിടെ 20 ഡിഗ്രി ആണ്. 15 ഡിഗ്രി എന്ന് പറയുന്ന 20 ഡിഗ്രി ആണ്. ആ 20 ഡിഗ്രി ആവുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കുറച്ച് എന്ത് ചെയ്യണം? കൂടുതൽ ഫോഴ്സ് കൊടുക്കും. ഇൻക്ലിനേഷൻ കൂടി സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നു. ആ കൂടുതൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ദാറ്റ് ഈസ് 230 ന്യൂട്ടൺ. ഈ 200 ന്യൂട്ടൺ മാറി എന്താവും? ഇറ്റ് ഈസ് 230 ന്യൂട്ടൺ. 230 ന്യൂട്ടൺ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി റിയാക്ഷൻ നേരത്തെ ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എന്നുള്ളൂ R1 എന്ന് നേരത്തെ കൊടുത്തു, ഇവിടെ RN2. കാരണം രണ്ട് പ്ലെയിനാണ്, രണ്ട് പ്ലെയിനാണ്. അപ്പൊ RN1 എന്ന് കൊടുത്തെടുത്ത് എന്ത് ചെയ്യണം? RN2 എന്ന് കൊടുക്കുക. കാരണം ആംഗിൾ മാറുമ്പോൾ ആ പ്ലെയിൻ മാറുന്നു. അപ്പൊ എന്താ? റിയാക്ഷൻ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷനും ചേഞ്ച് ആണ്. നേരത്തെ 15 ഡിഗ്രിയിൽ ഉണ്ടായ നോർമൽ റിയാക്ഷൻ അല്ല 20 ഡിഗ്രി ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ. ഈ 15 ഡിഗ്രിയിൽ ഉണ്ടായ റിയാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? 20 ഡിഗ്രി സെയിം ആവത്തില്ല. ആംഗിൾ മാറുമ്പോൾ റിയാക്ഷൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ RN2 എന്ന് കൊടുത്ത് mu RN2 എന്നും കൊടുത്തത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്ത് ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുന്നേ ഉള്ളൂ. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നാലും ഇക്വേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ല അപ്വേർഡ് ഫോഴ്സ് RN2 പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ഫോഴ്സ് W cos θ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ഉള്ളത് RN2 ആണ്. RN2 മൈനസ് W cos 20 ഡിഗ്രി ഈക്വൽസ് 0. ഓക്കെ, ആണ് RN2 എന്ന് പറയുന്നത്. RN2 ഈക്വൽ ടു W cos 20 ഡിഗ്രി. ഓക്കെ ആണോ? നമ്മുടെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എഴുതുമ്പോൾ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു നമ്മളെ 230 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോഴ്സ് റൈറ്റിലോട്ടുള്ളതാണ്, അത് പോസിറ്റീവ് ആണ്. ബാക്കി ലെഫ്റ്റിലോട്ടാണ്. mu RN2 ലെഫ്റ്റിലോട്ടാണ്. W sin തീറ്റയും നെഗറ്റീവ് ആണ്. അത് രണ്ടും എന്ത് ചെയ്യും? നെഗറ്റീവ് വരും. നമുക്ക് 230 മാത്രമാണ് എന്താ പോസിറ്റീവ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് 230 മൈനസ് mu RN2 മൈനസ് W sin 20 ഡിഗ്രി ഈക്വൽ 0. RN2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. W cos 20 ഡിഗ്രി എന്ന് 230 മൈനസ് mu into W cos 30 ഡിഗ്രി മൈനസ് W sin 20 ഡിഗ്രി ഈക്വൽ ടു 0. sin 20 ഡിഗ്രി ഈക്വൽസ് 0. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി W കോമൺ എടുക്കുന്നു. നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നു. ദാറ്റ് ഈസ് W into sin 20 മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പ്ലസ് ആവും. പ്ലസ് mu cos 30 ഡിഗ്രി ഈക്വൽ ടു 230 ഡിഗ്രി. 230 നോട്ട്. ഓക്കെ,
ഇത് ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഇനി 2 ഡിവൈഡ് ബൈ 1 ചെയ്യുന്നു. 2 ഈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുന്നു. 2 ഡിവൈഡ് ബൈ 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ആവും. ദാറ്റ് ഈസ് ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1. 2 എന്നുള്ള ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. ദാറ്റ് ഈസ് ആ ഇക്വേഷനിൽ W ഉണ്ട്, 2 ഇക്വേഷനിൽ W ഉണ്ട്. 2 ഇക്വേഷനിൽ W ഉള്ളതുകൊണ്ട് W ആദ്യമേ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ W എഴുതുന്നില്ല. 2 ഇക്വേഷനിൽ നിന്ന് W ഉണ്ട്. അപ്പം ഈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് എഴുതുന്നില്ല. ദാറ്റ് ഈസ് sin 20 പ്ലസ് mu cos 20. sin 20 plus mu cos 20 is equal to 230 Newton. Equal to 230. Okay. Divide by അടുത്ത sin 15 plus mu cos 15 equals അടുത്ത എത്ര 200 എന്ന് പറയും. That is 230 divided by 200 എന്ന് പറയുന്നത് that is 1.15. ഓക്കെ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് that is sin 20 degree plus mu cos 20 degree equals 1.15 sin 15 degree plus 1.15 mu times cos 15 degree. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് mu ഒരേ സൈഡിലോട്ട് കൊണ്ടുവരുന്നു, അല്ലാത്ത ടേം എന്ത് ചെയ്യുന്നു അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് mu into 1.15 cos 15 degree minus cos 20 degree equal to sin 20 degree minus 1.15 sin 15 degree. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് mu കാൽക്കുലേറ്റ് ചെയ്യുന്നു. mu equal to sin 20 degree minus 1.15 sin 15 degree divided by 1.15 cos 15 degree minus cos 20 degree. ഇത് ചെയ്യുന്ന സമയത്ത് മ്യൂവിന്റെ വാല്യൂ 0.26 എന്ന് വരും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu എന്ന് പറയുന്നത് mu equal to 0.26 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. ഇനി അടുത്ത 15ാമത്തെ പ്രോബ്ലം ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ലാഡർ ഫ്രിക്ഷനും പറയുന്ന ലാഡർ ഫ്രിക്ഷൻ, അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ട് പ്ലെയിനിലെ ഫ്രിക്ഷൻ, അതുപോലെ സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇങ്ങനത്തെ ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിലുള്ളത്. അപ്പോൾ ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഇനി ഈസിയാണ്. ഈ പ്രോബ്ലംസ് കണ്ടുപിടിക്കാനൊക്കെ ഈസിയാണ്. ഇവിടെ നോക്കാം. എ യൂണിഫോം ലാഡർ ഓഫ് 4 meter ലെങ്ത് റെസ്റ്റ് അഗെയിൻസ്റ്റ് എ വാൾ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 degree. അപ്പോൾ ഇവിടെ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ ചോദിക്കത്തില്ല. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലാഡർ ആൻഡ് വോൾ എന്ന് പറയുന്നത് mu w എന്ന് പറയുന്നത് 0.4 എന്ന് തന്നിട്ടുണ്ട്. ലാഡർ ആൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് mu f എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ if a man whose weighing is on half of that of ladder ascended, how high will be the ladder slip? ഓക്കെ. ഇവിടെ നമ്മൾ എത്ര ഈ പറയുന്ന ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഡിസ്റ്റൻസ് x ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടെന്ന x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറയുന്ന ലാഡറിന്റെ വെയിറ്റ് w ആണ്. ഇവിടെ ഒരു ആള് ഇതിൽ ലാഡറിൽ കയറുന്ന സമയത്ത് ആളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ w/2 ആണ്. ആ w/2 എവിടെയാണെന്ന് അറിയത്തില്ല. അതാണ് നമ്മുടെ x എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇഫ് എ മാൻ ഹൂസ് വെയിറ്റ് ഈസ് ഓൺ ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ലാഡർ എന്ന് പറഞ്ഞാൽ ഒരാൾ അത് ആ ലാഡറിൽ കയറുന്നുണ്ട്. ആ ലാഡറിന്റെ കയറുന്ന ആളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലാഡറിന്റെ പകുതിയാണ്, w/2 ആണ്. ലാഡറിന്റെ വെയിറ്റ് w തന്നെയാണ്. അത് എവിടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്? ലാഡറിന്റെ സെന്ററിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആള് ഈ പറയുന്ന ലാഡറിൽ സ്ലിപ്പ് ചെയ്യാതെ ഈ എത്ര ഡിസ്റ്റൻസ് പോകാൻ പറ്റും, സ്ലിപ്പ് ചെയ്യാതെ എത്ര ഡിസ്റ്റൻസ് പോകാൻ പറ്റും, അതാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് നമ്മൾ എന്താ x കണ്ടുപിടിക്കണം.
നമ്മൾ കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്, ഇവിടെ കണ്ടുപിടിക്കേണ്ട എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഡബ്ല്യു തന്നിട്ടില്ല. പക്ഷെ രണ്ടും ഒന്ന് ഡബ്ല്യൂയും W/2 ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം. ദാറ്റ് ഈസ് സിമ്പിൾ ആണ്. ആദ്യം ലാഡർ വരയ്ക്കണം. വോളും ഫ്ലോറും വരച്ചിട്ട് നമുക്ക് എന്താ ലാഡർ വരയ്ക്കാം. ലാഡർ വരച്ചു. ഈ ലാഡറിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ദി ലാഡർ 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 4 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ലാഡർ 4 മീറ്റർ ലെങ്ത്. അപ്പൊ ഈ പറയുന്ന വെയിറ്റ് W എന്ന് പറയുന്ന ആക്ട് ചെയ്യുന്ന 2 മീറ്ററിലായിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരാൾ അതിൽ കയറുന്നുണ്ട്. ആ ഡിസ്റ്റൻസ്, ആ വെയിറ്റ് W/2 ആണ്. ആ കയറുന്ന ഡിസ്റ്റൻസ് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത്രയും ഡിസ്റ്റൻസ് ഞാൻ എന്തായിട്ട് എഴുതും? എക്സ് ആയിട്ട് എഴുതും. അത്രയും ഡിസ്റ്റൻസ് എന്തായിട്ട് എഴുതും? എക്സ് ആയിട്ട് എഴുതും. ഓക്കെ, ഈ ആംഗിൾ തീറ്റ എന്ന് പറയാൻ നമുക്ക് തന്നിട്ടുണ്ട്. തീറ്റ 45 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതില് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം. ഫ്ലോറിൽ ഈ പറയുന്ന റിയാക്ഷൻ ഉണ്ട്, RF. അടുത്ത ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് μF, RF. വോളില് അതുപോലെ തന്നെ റിയാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് RW. അവിടെയുള്ള ഫ്രിക്ഷൻ അപ്വേർഡ് ആണ്, ദാറ്റ് ഈസ് μW, RW. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. ഈ പോയിന്റ് നമുക്ക് എ എന്ന് വിളിക്കാം, ഈ പോയിന്റ് എന്താ ബി എന്ന് വിളിക്കാം. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. നമ്മളിവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് RW ഉണ്ട്, അതുപോലെ μF, RF ഉണ്ട്. μF ഫ്ലോറിലത് 0.5 ആണ് തന്നിരിക്കുന്നത്, അത് പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് μF, RF പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് 0.5 RF മൈനസ് RW ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നിന്ന് RW എന്ന് പറയുന്നത് അല്ലെങ്കിൽ RF എന്ന് പറയുന്നത് ദാറ്റ് ഈസ് RF ഈക്വൽ ടു 2RW എന്ന് എടുക്കാം. 2RW എന്ന് എടുക്കാം. ഓക്കെ, 2RW. ഓക്കെ, ഇനി നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. നിങ്ങൾ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ RF ഉണ്ട്, μW, RW ഉണ്ട്, അതുപോലെ W ഉണ്ട്, W/2 ഉണ്ട്. W W/2 നെഗറ്റീവ് ആണ്, W/2 നെഗറ്റീവ് ആണ്. ബാക്കി രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം RF മൈനസ് W മൈനസ് W/2 ഇനി μW, RW. ദാറ്റ് ഈസ് μW എന്ന് പറയുന്ന വോളിലെ ഫ്രിക്ഷൻ 0.4 ആണ് തന്നിരിക്കുന്നത്. 0.4 RW ഈക്വൽ ടു 0 ഈക്വൽ 0. ഓക്കെ, ഇനി അടുത്ത അവിടെ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് RF എന്ന് പറയുന്ന നമുക്ക് 2RW ആണെന്ന് അറിയാം. RF ഈക്വൽ ടു 2RW മൈനസ് W/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 - 1/2. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ ദാറ്റ് ഈസ് മൈനസ് 1.5 W നിങ്ങൾ ഇത് ശ്രദ്ധിക്കാം. മൈനസ് ഇവിടെ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെറിയൊരു മാത്തമാറ്റിക്സ് ആണ്. -2W മൈനസ് W/2 എന്ന് പറഞ്ഞാൽ -2W മൈനസ് W എന്ന് പറഞ്ഞാൽ -3W ആണ്. -3W / 2 എന്ന് പറയുന്നത് -1.5W ആണ്. ഈ സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിക്കുക. -2W മൈനസ് W -2ഉം -1ഉം -3 ആണ്. ദാറ്റ് ഈസ് -3W / 2 ദാറ്റ് ഈസ് -1.5W പ്ലസ് 0.4 RW ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ലൈക്ക് ടേംസ് ഇവിടെ ആഡ് ചെയ്യുന്നു. 2RW പ്ലസ് 0.4 RW എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2.4 RW. ഇനി ഈ പറയുന്ന -1.5W അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് പ്ലസ് 1.5 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുന്നു പ്ലസ് W. അവിടെ നിന്ന് RW എന്ന് പറയുന്നത് RW ഈസ് ഈക്വൽ ടു 1.5W ഡിവൈഡ് ബൈ 2.4 that is equal to 0.025W. 0.025W. ഓക്കെ ആണ് മക്കളെ? ഓക്കെ ആണ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈക്വൽ ടു 0. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം W/2. W/2ന്റെ പോസിറ്റീവ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെയാണ്. W/2 പോസിറ്റീവ് ആയിരിക്കും, അത് എക്സ് കോസ് തീറ്റ ആയിരിക്കും. ഡബ്ല്യുവിന്റെ ആണെങ്കിൽ ടോട്ടൽ ലെങ്തിന്റെ പകുതി, ദാറ്റ് ഇസ് 2. 4 ആണ്, പകുതി 2 കോസ് തീറ്റ ആയിരിക്കും, 2 കോസ് 45 ആയിരിക്കും. ഇനി ഈ പറയുന്ന ഇവിടെ രണ്ട് കമ്പൗണ്ട് കൊണ്ടാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതിൽ ശ്രദ്ധിക്കുക. ഈ പറയുന്ന μW/RW ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഇതെന്ന് പറയുന്നത് ലെങ്ത് കോസ് തീറ്റ, ദാറ്റ് ഈസ് 4 കോസ് തീറ്റ. μW/RW എന്താവും 4 കോസ് തീറ്റ എന്നാവും, 4 കോസ് 45 ഡിഗ്രി എന്നാവും. അതുപോലെ RW ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്, ദാറ്റ് ഈസ് 4 സൈൻ തീറ്റ അല്ലെങ്കിൽ 4 സൈൻ 45 ഡിഗ്രി. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറയാം. ദാറ്റ് ഈസ് W/2 into x cos 45 degree plus W into 2 cos 45 degree minus 0.4 RW into 4 cos 45 degree minus RW into 4 sin 45 degree equals 0. ഓക്കെ, നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് RWയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. RWയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0.625 W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് it is equal to W/2 into W/2 x cos 45 degree plus W into 2 cos 45 degree minus 0.4 into 0.625 W into 4 cos 45 degree minus 0.625 W into 4 sin 45 degree equals to 0. ജസ്റ്റ് മൊമെന്റ് അബൌട്ട് എഴുതുന്നേ ഉള്ളൂ, വലിയ സ്റ്റെപ്പാണ്. ഓരോ ടേംസും എടുത്ത് എഴുതുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര ടേംസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1, 2, 3, 4 ടേംസും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആണ് ഈ കാണുന്നത്. ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം. 4 ടേമും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും, അത് കഴിഞ്ഞ് എന്താ അവിടെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈക്വൽ ടു 0 ഇടുകയാണ്. അപ്പോൾ ഇവിടെ W എല്ലാം നമുക്ക് എന്താ, എല്ലാ ഇക്വേഷനിലും W ഉണ്ട്, എല്ലാ ഇക്വേഷനും W ഉണ്ട്. ആ W എല്ലാം കോമൺ എടുക്കുന്നു, 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ W എല്ലാം പോകും. എല്ലാ ഇക്വേഷനിലും W ഉണ്ട്, ശ്രദ്ധിച്ചാൽ എല്ലാ ഇക്വേഷനും എന്താ, ഇവിടെ W ഉണ്ട്, ശ്രദ്ധിക്കുക, W ഉണ്ട്. എല്ലാ Wയും പുറത്തോട്ട് എടുക്കുന്നു, കോമൺ എടുക്കുന്നു, ദാറ്റ് ഈസ് ഇക്വേറ്റ് ചെയ്യുന്നു 0ക്ക്. ദാറ്റ് ഈസ് അതേപോലെ കോസ് 45 എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് 45 1, അതേപോലെ സൈൻ 45 1 ആണ്. അങ്ങനെ എന്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യും. സൈൻ 45 കോസ് 45 എല്ലാം 1 ആണ്. അങ്ങനെ 1 ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് x/2. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് x/2 പ്ലസ് 2 മൈനസ് 0.4 into 0.625 into 4 minus 0.625 into 4 equals 0. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു, 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് that is x/2 equals to 1.5. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് x എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ, that is 1.5 into 2, that is 3 എന്ന് എഴുതാം. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗർ ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കുക, ഫിഗർ ഉണ്ടായിരുന്നു. ഈ ഫിഗർ തരണമെന്ന് നിർബന്ധമില്ല. ഫിഗർ തന്നില്ലെങ്കിലും ഇതേപോലെ എന്താ, ഫിഗർ വരയ്ക്കുക. ഫിഗർ തരണമെന്ന് നിർബന്ധമില്ല. ഫിഗർ തന്നില്ലെങ്കിലും എന്താ, ഫിഗർ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇപ്പം ഇതുപോലെ വരയ്ക്കാം, ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ അടുത്ത ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പ്രോബ്ലം ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പ്രോബ്ലം സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതലും സെൻട്രോയിഡിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ
കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കൂടുതലും സെൻട്രോയിഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. സെൻട്രോയിഡ് മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ബേസും ഉണ്ട്, അതേപോലെ വിത്ത് റെസ്പെക്ട് ബേസ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആക്സിസും ഉണ്ട്, അതിൽ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്ക് ശ്രദ്ധിക്കുക, ഈ ഒരു ടി സെക്ഷൻ എന്ന് പറയുന്ന ഒരു സിമെട്രിക് സെക്ഷൻ ആണ്. സിമെട്രിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ആക്സിസിന് സിമെട്രി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വൈ ആക്സിസിന് സിമെട്രി ആണ്. വൈ ആക്സിസിന് സിമെട്രി ആണ്. ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ വൈ ആക്സിന് എനിക്ക് എന്ത് ചെയ്യാം, സിമെട്രിക് ആയിട്ട് ഒരു വരായിരിക്കും അല്ലെ. ഇത് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതിനെ ഒരു എക്സ് വൈ റെഫറൻസ് ആക്സിസിനോട് മാറ്റും അല്ലെ. ഈ ഒരു ഫിഗറിനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ശരിയാ, ഈ ഒരു ഫിഗറിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇതേപോലെ ഫിഗർ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി ചെയ്ത് ഇതുപോലെ വരയ്ക്കണം. ഇതുപോലെ വരച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ റെഫറൻസ് ആക്സിസിനോട് മാറ്റണം. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, റെഫറൻസ് ആക്സിസിനോട് മാറ്റണം. ഇതാണ് എൻ്റെ എക്സ് വൈ റെഫറൻസ് ആക്സിസ്. ശ്രദ്ധിക്കുക, ഇതാണ് എക്സ് റെഫറൻസ് ആക്സിസ്. എക്സ് റെഫറൻസ് ആക്സിസ്, ഇത് എക്സ് റെഫറൻസ് ആക്സിസ്. ഇനി അതുപോലെ വൈ റെഫറൻസ് ആക്സിസ് ഉണ്ട്, വൈ റെഫറൻസ് ആക്സിസ് ഉണ്ട്. അങ്ങനെ എക്സ് വൈ റെഫറൻസ് ആക്സിസിനോട് മാറ്റും. എക്സ് വൈ റെഫറൻസ് ആക്സിസിനോട് മാറ്റും. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയാൻ പോകുന്ന. ഇതാണ് എൻ്റെ എക്സ് റെഫറൻസ് ആക്സിസ്, ഇതാണ് എൻ്റെ വൈ റെഫറൻസ് ആക്സിസ്. ഓക്കെ, നമ്മൾ ഇനി എക്സ് വൈ റെഫറൻസ് ആക്സിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഫിഗർ ആയിട്ട് ഇതിനെ മാറ്റും. അറിയാവുന്ന ഫിഗർ ആയിട്ട് മാറ്റുമെങ്കിൽ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇതിനെന്താ, ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളും ഇത് ഞാൻ എന്താ സെക്കൻഡ് ട്രയാങ്കിളും ആയിട്ട് എടുക്കും. രണ്ട് അറിയാവുന്ന ഫിഗർ ആയിട്ട് എടുക്കും. ഇതിന്റെ സെന്റർ ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്നു. ഈ ഫിഗറിന്റെ മാത്രം സെൻട്രോയിഡ് ദാറ്റ് ഈസ് G1, ഇതിന്റെ മാത്രം സെൻട്രോയിഡ് ദാറ്റ് ഈസ് G2. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ G1ഉം G2ഉം ഒരേ ലൈനിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നു. അപ്പൊ ഈ G1ഉം G2ഉം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലൈനിൽ പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ അബൌട്ടായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു എന്നാണ്. G1ഉം G2 ഒരേ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇത് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി ആണ്. എടുക്കണമെങ്കിൽ എന്ത് പറയാം, അതായത് വൈ ആക്സിന് അബൌട്ട് ആയിട്ട് ഇത് സിമെട്രി ആണ് അല്ലെ. വൈ ആക്സിന് അബൌട്ട് ആയിട്ട് ഇതെന്താ സിമെട്രി ആണ്. ഓക്കെ, അപ്പൊ വൈ ആക്സിന്റെ സിമെട്രി എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രോയിഡ് വാല്യൂ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ X1 തന്നെ X2 തന്നെ എക്സ് ബാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വാല്യൂ തന്നെ കിട്ടും. അപ്പൊ ഇത് എഴുതാം, ദാറ്റ് ഈസ് സെക്ഷൻ, ദിസ് സെക്ഷൻ, this section, this section is symmetrical with respect to y-axis, so therefore എന്ത് പറയാം, x bar 0 ആണെന്ന് പറയാം. x bar 0 ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ x1ഉം x2ഉം x1ഉം x2ഉം അതേപോലെ x bar കണ്ടുപിടിച്ചാൽ സെയിം വാല്യൂ തന്നെ കിട്ടും. എല്ലാം എന്ത് കിട്ടും, x1 കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് 100 എന്ന് കിട്ടും, x2 കണ്ടുപിടിച്ചാൽ 100 എന്ന് കിട്ടും, x bar കണ്ടുപിടിച്ചാൽ 100 തന്നെ. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആക്സിസ്, ഈ y ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്ത് y ആക്സിസ് സെൻറ്ററിൽ കൂടെ മാറ്റി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് y bar ആണ് കണ്ടുപിടിക്കേണ്ടത്. y bar ആണ് നമുക്ക് എന്താ ലൊക്കേറ്റ് ചെയ്യണം. y bar ലൊക്കേറ്റ് ചെയ്യണം. y bar എന്ന് വെച്ചാൽ നമ്മളെ ഈ രണ്ട് ഫിഗറിന്റെയും സെൻട്രോയിഡ്, ഈ രണ്ട് ഫിഗറിന്റെയും സെൻട്രോയിഡ് കോമ്പോസിറ്റ് ആയിട്ടുള്ള സെൻട്രോയിഡ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം 1 നമുക്കറിയാം, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് A1. A1 is equal to length into breadth, that is 300 by 20. എല്ലാം mm-ലാണ് തന്നിരിക്കുന്നത്. നമുക്ക് എഴുതാം 6000 mm². 6000 mm². അത് A2 എന്ന് പറയുന്നത് that is 200 by 20. 200 by 20, that is equal to 4000 mm². 4000 mm². ഇതുപോലെ y1ഉം y2ഉം കണ്ടുപിടിക്കുന്നു. നിങ്ങളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, y1 എന്ന് പറഞ്ഞാൽ എക്സ് റെഫറൻസ് ആക്സിസ്, ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, എക്സ് റെഫറൻസ് ആക്സിസിൽ നിന്ന് 1 എന്ന് പറയുന്ന ഫിഗറിന്റെ സെൻട്രോയിഡ് വരെയുള്ള y ഡിസ്റ്റൻസ് ആണ് എന്താ y1. ഇതാണ് y1. എക്സ് റെഫറൻസ് ആക്സിൽ നിന്ന് ആ ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം, y1 എന്ന് പറയാം. അതുപോലെ തന്നെ y2, ഇതാണ് നമ്മുടെ എന്താ y2 എന്ന് പറയുന്നത് എക്സ് റെഫറൻസ് ആക്സിസിൽ നിന്ന് ആ ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയുള്ള ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് y2 എന്ന് പറയുന്നത്. y1ഉം y2ഉം കണ്ടുപിടിക്കണം. അപ്പൊ y1 എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ എഴുതാം, y1 എന്ന് പറഞ്ഞാൽ 300 / 2 എന്ന് എഴുതാം. y1 is equal to
y1 is equal to 300 divided by 2, that is equal to 150 mm. 150 mm. 150 mm. ഇമ്പോർട്ടൻ്റ് ആണ്. y2 എന്ന് പറയുന്നത് ദറ്റ് ഈസ് y2 എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് y2. അപ്പൊ 300 പ്ലസ് ഇതിന്റെ പകുതിയാണ് 20 ഡിവൈഡ് ബൈ 2 ചെയ്യണം. 300 പ്ലസ് ഇതിന്റെ പകുതി എടുക്കണം, ദറ്റ് ഈസ് 20 ഡിവൈഡ് ബൈ 2. 300 plus 20 divided by 2, that is 300 plus 10, that is 310, is equal to 310 mm. 310 mm. ഓക്കെ ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. y1 y2 അങ്ങനെയാണെങ്കിൽ നമുക്ക് y bar കണ്ടുപിടിക്കാം. therefore y bar equals a1 y1 plus a2 y2 divided by a1 plus a2. That is equal to y bar equal to 6000 into 150 plus 4000 into 310 divided by 6000 plus 4000. 6000 plus 4000. 6000 plus 4000. അങ്ങനെ y bar എന്ന് പറയുന്നത് 214 mm വരും. 214 mm. 214. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മളിവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സെൻട്രോയിഡ് എന്നുവെച്ചാൽ ടോട്ടൽ 300 ഡിസ്റ്റൻസിൽ ഇവിടെ എത്ര 214 ഡിസ്റ്റൻസ്. അപ്പൊ 150 ഇത്രയാണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 214 വരുമ്പോഴേക്കും ഈ പറയുന്ന കോമൺ സെൻട്രോയിഡ് ജി കിട്ടുന്നു. അപ്പൊ ജിയുടെ ഒരു ഇതെന്തായിരിക്കും 100 എന്ന് എഴുതണ്ട, കാരണം ആ ആക്സിസ് അവിടെ തന്നെ എഴുതിക്കണ ഉള്ളതുകൊണ്ട് അവിടെ 0, ആ വെർട്ടിക്കൽ ആക്സിസ് അവിടെ എഴുതിക്കൊണ്ട് 0, that is 214 എന്നാണ് അതിന്റെ കോർഡിനേറ്റ്സ്. ആ ഒരു കോമൺ സെൻട്രോയിഡ്, ഈ രണ്ട് ഫിഗറിന്റെ കോമ്പോസിറ്റ് ആയിട്ടുള്ള സെൻട്രോയിഡ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ ശ്രദ്ധിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഈ ആക്സിസിന് ഒരു വാല്യൂ ഉണ്ട്, ഈ ആക്സിസിന് ഒരു വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം, താഴോട്ട് കൊണ്ടുവരണം, ഈ ഒരു ആക്സിലോട്ട് കൊണ്ടുവരണം. ഇതിനെയും ഈ ആക്സിലോട്ട് കൊണ്ടുവരണം, ഇതിനെയും ഈ ആക്സിൽ. അപ്പൊ നേരത്തെ നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. ഈ സെൻട്രോയിഡിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഇതിന്റെ ഏരിയ ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് h1 സ്ക്വയർ. h1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 300ന്റെ പകുതി 150. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ചെയ്യാം. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫിഗറിന്റെ IG(x)ഉം ഈ ഫിഗറിന്റെ IG(x)ഉം ഈ ഫിഗറിന്റെ IG(x)ഉം അതുപോലെ ഈ ഫിഗറിന്റെ IG(y)ഉം IG(y)ഉം കണ്ടുപിടിക്കുന്നു. IG(y)ഉം IG(x)ഉം കണ്ടുപിടിക്കാൻ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഇതാണ് എക്സ് എങ്കിൽ എക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡിന്റെ പവർ എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പം IG(x)ന്റെ ഫോർമുല നമുക്കറിയാം b(d)3/12. ബി എന്ന് പറയുന്ന ഏതാണോ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡിനാണ് ബി എന്ന് പറയുന്നത്. ഏതാണോ y ആക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡിനാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് IG(x)(1) IG(x)(1) equal to b(d)3/12 is 20 into 300, 20 into 300 cube divided by 12, that is equal to 45 into 10⁻⁶ mm⁻⁴. ഓക്കെ മക്കളെ, നേരത്തെ IG(x)(2)ഉം അതുപോലെ തന്നെ b(d)3/12 തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. b(d)3/12 മനസ്സിലാക്കേണ്ട. 2 എന്ന ഫിഗർ ഇതാണ്. 2 എന്ന ഫിഗറിന് എക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡാണ് ബി, ദാറ്റ് ഈസ് 200. എക്സിന് വൈക്ക് പാരലൽ ആയിട്ടുള്ള സൈഡാണ് ഡി, d = 20. ഇവിടെ എന്തായിരിക്കും, ഇതാണ് ബി. ഇവിടെ വരുമ്പോൾ ഇതായിരിക്കും ബി, 20 ആയിരിക്കും ബി. ഡി എന്ന് വരുമ്പോൾ എന്തായിരിക്കും 300 ആയിരിക്കും ഡി. ഓക്കെ, ആ ഒരു ചേഞ്ച് വരും. ബിയും ഡിയും മനസ്സിലാക്കുക. എക്സിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ബി, അതുപോലെ വൈക്ക് പാരലൽ ആയിട്ടുള്ള സൈഡ് എന്താ ഡി. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 200 into 20 cube divided by 12, it is equal to 1.33 into 10⁵ mm⁻⁴.
ഓക്കെ, ഇനി അടുത്ത IG y/1 ശ്രദ്ധിക്കുക. IG y/1 എന്ന് പറയുന്നത് dBq/12 dBq/12 that is equal to 3. അപ്പോൾ ഇതിനെ തിരിച്ച് അല്ലെ, അവിടെ d എന്ന് പറയുമ്പോൾ that is ലാർജർ സൈഡിലാണ് അല്ലെ, yക്ക് പാരലൽ ആയിട്ടുള്ള that is 300 into 20 cube divided by 12 that is equal to 2 into 10 raised to 5 mm raised to 4. Okay, IG y/2 equal to dBq/12 that is 20 into 200 cube 20 into 200 cube divided by 12 that is equal to 13.33 into 10 raised to 6 mm raised to 4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ ഇപ്പം ഓരോ ഫിഗറിന്റെയും എക്സും വൈയും വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ കോമൺ സെൻട്രോയിഡ് വിത്ത് റെസ്പെക്ട് ടു ബേസ് അല്ലെങ്കിൽ XY ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെ, ആക്സിസിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് IG xx equal to ഫസ്റ്റ് ഫിഗറിന്റെ ദാറ്റ് ഈസ് IG xx1 പ്ലസ് A1 ഏരിയ A1 ഇൻറ്റു h1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ഫിഗറിന്റെ ദാറ്റ് ഈസ് IG xx2. രണ്ടിന്റെ x ആക്സിസ് ആണ് എന്താ പാരലൽ മൂവ് ചെയ്യുന്നത്, പ്ലസ് എന്താ A2 ഇൻറ്റു h2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ് ഇവിടെ ശ്രദ്ധിക്കുക. ഈ x ആക്സിന്റെ ഈ ഒരു ഫിഗർ അല്ലേ, ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണോ. ഈ x ആക്സിനെ y ആക്സിനെ മാറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ എക്സിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, y ആയിരിക്കും. x ആക്സിനെ മൂവ് ചെയ്യാൻ ആ മാറുന്ന ഡിസ്റ്റൻസ് y ആയിരിക്കും. y xx1 എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ h1 എന്ത് ചെയ്താൽ മതി, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ixx ഇവിടെ ശ്രദ്ധിക്കുക, ixx2 എടുക്കുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ് എന്താവും, ദാറ്റ് ഈസ് y2. ഇത്രയും ഡിസ്റ്റൻസ് ആണ് താഴോട്ട് വരുന്നത്. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ട y1, ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ട ദാറ്റ് ഈസ് y2. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് y1 ഉം y2 കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് IG xx equal to അതായത് സോൾവ് ചെയ്യാം, സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് 45 into 10 raised to 6 പ്ലസ് A1 എന്ന് പറയുന്നത് 6000 ആണ്. y1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 300 divided by 2. 300 divided by 2 that is 150 square plus 1.33 into 10 raised to 5 plus A2 എന്ന് പറയുന്ന 400 into y2 എന്ന് പറയുന്ന 310 square. ഓക്കെ, അതായത് നമുക്ക് ചെയ്യുന്ന സമയത്ത് IG xxന്റെ വാല്യൂ that is 218.57 into 10 raised to 6 mm raised to 4 എന്ന് വരും. ഓക്കെ ആണോ? അതുപോലെ തന്നെ IG y കണ്ടുപിടിക്കണം. IG y സിമെട്രി ആയതുകൊണ്ട് AH സ്ക്വയർ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ AH സ്ക്വയർ എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ബേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അവിടെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ y1 ഉം y2 ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇവിടെ എടുക്കുന്ന സമയത്ത് x1 ഉം x2 ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ആ ഡിസ്റ്റൻസ് എടുക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇക്വേഷൻ എഴുതി തരാം. ദാറ്റ് ഈസ് IG y എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് IG y/1 പ്ലസ് എന്താ A ഇൻറ്റു h1 സ്ക്വയർ. ഈ h1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് x1 ആണ് എടുക്കേണ്ടത്. x1 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ x ബാർ സിമെട്രി ആയതുകൊണ്ട് 0 ആക്കി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ബേസിലോട്ട് മാറുമ്പം
ഈ x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്ര എന്താണ്? ഈ x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്ര 100 ആണ്. ഇത്ര 100 ആണ്. x2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? 100 ആണ്. a1 ആയിട്ടും x1 x2 എന്താണ് ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ സിമെട്രി ആയിട്ട് നമ്മൾ എടുത്തു എങ്കിലും ഇതിനെ ഈ ആക്സിസിനെ ബേസിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ h1 എന്നുള്ള ഡിസ്റ്റൻസ് 100 എടുക്കുക, ഇവിടെ h2 എന്നുള്ള ഡിസ്റ്റൻസ് എന്താ 100 ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ എഴുതാം. igx പ്ലസ് a1 h1 സ്ക്വയർ a1 h1 സ്ക്വയർ പ്ലസ് ig y/2 പ്ലസ് ഇവിടെ a1 ഇൻറ്റു എന്താ h2 സ്ക്വയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. നമ്മളിവിടെ h1 എന്ന് പറയുന്നത് ബാക്കി എല്ലാ വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ig y/1 ig y/2 കണ്ടുപിടിച്ചു. h1 എന്ന് പറയുന്നത് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, h2 എന്ന് പറയുന്നത് x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ രണ്ടും 100 mm ആണ്. നമുക്ക് അങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഈ പറയുന്ന പോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമ്മളിവിടെ എന്താ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചു. ഈ സെയിം മെത്തേഡിൽ തന്നെ ഇവിടെ എന്താ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് കൺസെപ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.